എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ജീര റൈസാണ്. ഒരു പാത്രത്തിൽ 2 കപ്പ് ബസ്മതി റൈസ് ഏകദേശം 400 ഗ്രാം 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. 20 മിനിറ്റ് കഴിഞ്ഞ് വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയുക. ഒരു കുഴിഞ്ഞ പാത്രം ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് ഒരു ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 3 ഗ്രാമ്പു, 3 ഏലയ്ക്ക, ഒരു കറുത്ത ഏലയ്ക്ക, 1 ടേബിൾ സ്പൂൺ ജീരകം. ഇതെല്ലാം കൂടി ഇട്ട് ജീരകം ചെറുതായി മൂപ്പിക്കുക. ജീരകം കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലേക്ക് ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇടുക. ഇത് 5 മിനിറ്റ് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. അതിലേക്ക് 3 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുക. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളമെന്നാണ് കണക്ക്. ഇത് നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത് 3 ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അരി തിളയ്ക്കുമ്പോൾ പാത്രം അടച്ചു വെച്ച് 7 മിനിറ്റ് വേവിക്കുക. 7 മിനിറ്റ് കഴിഞ്ഞ ശേഷം അടപ്പ് മാറ്റി കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർക്കുക. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പാത്രം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കൂടി വേവിക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം അടപ്പ് മാറ്റി റൈസ് നന്നായിട്ട് ഇളക്കുക. നമ്മുടെ ജീര റൈസ് റെഡിയായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് 20 മിനിറ്റ് കൂടെ ചോറ് അതുപോലെ വെച്ച് പിന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.